ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്ലോത്തിൻ്റെയൊക്കെ എൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാൻ പലർക്കും പറ്റാറില്ല. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, എന്നിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രഷർ ഫ്രൂട്ടിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. അടിയിലോട്ടല്ല, നമ്മൾ ഇങ്ങോട്ട് അടുത്തായിട്ട് വെച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ഈ നമുക്ക് സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തായിട്ട് ഇതിനെ ഇതുപോലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതൊരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റിക്കറോ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് ഓപ്പൺ ആകാൻ പറ്റണം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ക്ലോത്താണ്. ഈ ക്ലോത്തിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഓപ്പൺ ചെയ്തു. ഇനി ഈ ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്തു, വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രഷർ ഫ്രൂട്ടിൻ്റെ അടിയിലോട്ട് ഇതിനെ ഒന്ന് വച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും. അപ്പം ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത പാർട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ അടിക്കാൻ വളരെ ഈസി മെത്തേഡാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.